Hi guys, welcome to my vlogs. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്താണ്. ഇവിടെ മണി ഇപ്പോൾ 6:15 ആവാറായി. നമുക്കൊരു സൂപ്പർ സാധനം കാണിച്ചിരുന്നു. ഗൈസ് കം. രാവിലെ ബീച്ച് അത് അഗ്നിചന്ദ്രൻ. ഇവിടെ സൂര്യൻ വരും. നമ്മൾ രാവിലെ 6:15 അവനെ തപ്പിയാണ് ചെയ്യുന്നത്. ഇത് സ്ഥലം ഏതെന്ന് മനസ്സിലാക്കി നിങ്ങൾ കമൻ്റ് ഇടും. ഞാൻ കുറച്ചെൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഒരു ഒന്നുമില്ല. സൂര്യൻ പറഞ്ഞവരെ നിങ്ങൾ ടൈം ഞാൻ ഇവിടെ എങ്ങനെ വന്നെന്നുള്ളത് ഇപ്പോൾ കണ്ടിട്ട് വാ. നിങ്ങൾക്കറിയാമോ? എനിക്കറിഞ്ഞൂടാ. വല്ല കറങ്ങി കമൻറ്റ് ചെയ്യും. ഇന്ന് ജനുവരി 14 പൊങ്കലായിട്ട് ലീവൊക്കെയാണ്. 3 ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നിരിക്കുകയാണ്. ഇനി ചെയ്യണമെന്ന് ആലോചിച്ച് വന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി. അതാണ് അതിൻ്റെ ഒരു മൂഡ്. ഏത് മൂഡ്? ഇതുവരെ നിങ്ങൾ ഈ വ്ലോഗ് കാണാത്തൊരു സാധനം ഇന്ന് കാണാം. ഇതിലാണെന്നില്ലേ, കുറച്ച് നേരം വെയിറ്റ് ചെയ്തേ, അപ്പോൾ കാണിക്കാം ഞാൻ. ഒരു സോളോ ട്രിപ്പോ ഫ്രണ്ട്സുകളുടെ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ വെയിറ്റ് ചെയ്യും. 6:45 വരെ സമയമുണ്ട്. എന്നാലും നമുക്കുള്ള വണ്ടി വരും. നനച്ച വണ്ടി കയറിയിട്ട് കിടച്ച വണ്ടിയിൽ അങ്ങനെന്ത് സാധനമുണ്ട്. വരുന്നില്ല. ഞാൻ ആരോ കേട്ടാ അത് തന്നെ 6:45 ട്രെയിൻ വരും. അതുവരെ നമ്മളെ കാത്തിരിക്കണം. ട്രെയിനിൽ കയറി വീഡിയോ എടുക്കാം. ട്രെയിനിൽ വരണതിൻ്റെ ഒരു സ്ലോ മോഷൻ എടുക്കുന്നത് വിചാരിച്ച് എല്ലാവരുടെ അവിടെ എല്ലാം കഴിഞ്ഞു പോയി. കാരണം ഞാൻ വന്നിരുന്നത് 10ാമത്തെ പ്ലാറ്റ്ഫോമിൽ. വേഴ്സ്മേ ട്രെയിൻ ആപ്പ് നോക്കിയിട്ട് 10ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുന്നിരുന്നപ്പോൾ ട്രെയിൻ 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ എന്നെ ആപ്പ് ചോദിച്ചു. അതിൻ്റെ ട്രെയിനിൻ്റെ സ്റ്റോമോ കിട്ടിയില്ല. പിന്നെന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? ട്രെയിൻ കയറിയിട്ട് വ്ലോഗ് എടുക്കുന്ന വെച്ചപ്പോൾ കാല് വിട്ട സാധനമില്ല. ഒറ്റക്കാലി കൊക്കിനെ പൊന്നും പറഞ്ഞ് വന്നത്. അതുകൊണ്ട് അതും കിട്ടി. ഇതിപ്പോൾ എത്താറായി. ഇനി 2 സ്റ്റോപ്പും കൂടെ എന്തേ ഉള്ളൂ. മണി ഇപ്പോൾ 9:11 അടുപ്പിച്ച് എത്തുമ്പോൾ രാത്രി 10 അടിച്ചാവും. ഞാൻ അവിടെ പോയിട്ട് ഞാൻ എവിടെയാണ് എന്തിനാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ. 2000 years later. വരണ നിങ്ങളെ കാണണ. അവിടെ സൺറൈസ്. മനുഷ്യൻ 10-20 മിനിറ്റ് ഇങ്ങനെ വായം വിളിച്ചിരുന്നത്. സൺറൈസ് ഒന്നുമില്ലേ? അത് ഞാൻ ഈ പറയാൻ വേണ്ടെന്ന് പറഞ്ഞോട്ട് സൺറൈസ്. അതാ സൂര്യൻ ഉദിച്ച് വരുന്നു. ഇവിടെ വാ. ഇതിലൂടെ കഴിക്കണത് ഇതേറ്റ പണ്ട് കൊച്ചി TV-യിൽ എണിച്ചേർന്ന പോലെ വിളിച്ച് പല്ലൊക്കെ വെച്ച് വിളിച്ചേർന്ന പോലെ ഉണ്ടല്ലോ കേസ്. പന്നി ഇറങ്ങി പോണു. കമോൺ നിന്നെ കൊണ്ട് പറ്റും. കയറുവാ. സൂപ്പർ ബീച്ച്, ചെറിയൊരു തണുപ്പ്, സൺറൈസ്. ആഹാ
എന്താ രസം. നിങ്ങൾ എൻ്റെ വണ്ടി കണ്ടില്ലല്ലോ. നീ എവിടെ റെൻ്റ് എടുത്ത വണ്ടി. നിങ്ങൾക്ക് എൻ്റെ വണ്ടി കാണിച്ചു തരാം. കമാ ഗൈസ് RX100. വല്ല RX100 ഫാൻസ് ഈ RX100 ഇഷ്ടമുള്ള ആരെങ്കിലൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്. നമുക്കിനി വിശക്കാണ് അതെല്ലാം തിന്നാൻ പോയിട്ട് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആർക്കും സ്ഥലമായെന്ന് മനസ്സിലാക്കുന്നത് ഇത് പോണ്ടിച്ചേരിയാണ്. നമ്മൾ പൊങ്കൽ പ്രമാണിച്ച് 3 ദിവസം അവധി കിട്ടിയപ്പോൾ ഒരു ചെറിയ ട്രിപ്പ് നടത്തുമെന്ന് വിചാരിച്ചു. അന്ന് ഞാനായിട്ട് അന്ന് ഇവിടെ ഒരു ബൈക്കൊക്കെ എടുത്ത് സെറ്റായി രാവിലെ പോണ്ടിച്ചേരി മ്യൂസിയം പോയി ഒന്ന് എക്സ്പ്ലോർ എന്ന് വെച്ചപ്പോൾ പോണ്ടിച്ചേരി മ്യൂസിയം അവധി, പബ്ലിക് ഹോളിഡേയ്സിൽ അവധിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഇപ്പം അതിനടുത്തുള്ളൊരു പാർക്കാണ് ഭാരതി പാർക്ക്. അവിടെ വന്ന് ഞാൻ ഇരിക്കുകയാണ്. ഇനി എൻ്റെ പ്ലാൻ നെക്സ്റ്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ചെയ്തു വന്ന പ്ലാനൊക്കെ ഓരോന്നായി പൊളിഞ്ഞു വരികയാണ്. ഇനി ഓരോന്നോരോന്നിട്ട് എൻ്റെ പ്ലാനുകൾ വർക്കൗട്ട് ആവുമെങ്കിൽ ഞാൻ ഓരോന്നോരോന്ന് നടത്തും. ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ റിയൂ സുഫ്രൻ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റിലാണ്. ഇവിടെ ഭയങ്കര എസ്തെറ്റിക് കാര്യങ്ങളായിട്ടുള്ള ബിൽഡിങ്സൊക്കെയാണ്. ഇവിടെ മെയിനായിട്ട് ഫ്രഞ്ച് സ്റ്റേറ്റ് സ്ഥലങ്ങളാണ്. ഇത് പണ്ട് ഈ ഫ്രഞ്ച് എന്തോ ഇതല്ലായിരുന്നു. സോ ഇവിടെ ഭയങ്കര എസ്തെറ്റിക് ബിൽഡിങ്ങുകളൊക്കെയാണ്. ഇവിടെ കൂടുതൽ അതൊക്കെയാണ് കാണാൻ കൂടുതൽ. കാണിച്ചത് നല്ല ഈ ഉണ്ടാക്കുന്ന മഞ്ഞ കളർ ബിൽഡിങ് കുറച്ച് ലോങ് വഴി കാണിച്ചുതരാം. അതുപോലെ കാണാൻ കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും ഉള്ളത്. പിന്നെ ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ്. അതുകൊണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. എന്നാലും ഇവിടെ ഉള്ളതൊക്കെ തുറന്നിട്ടുള്ള എല്ലാം ഞങ്ങൾ കാണിച്ചിരുന്നു. തുറന്നിട്ടുള്ള ഇവിടെ എന്തൊക്കെ തുറന്നിട്ടുണ്ടോ അതൊക്കെ ഇങ്ങനെ കാണിച്ചു. നമുക്കിനി ഇവിടുന്ന് കുറേ സ്ട്രീറ്റൊക്കെ കണ്ടിട്ട് അടുത്തതായിട്ട് പിന്നെ ഇവിടെ റോക്ക് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. ഞാൻ രാവിലെ പോയത് പ്രൊമനേഡ് ബീച്ച്, ഇനി റോക്ക് ബീച്ചുണ്ട്, സെറനിറ്റി ബീച്ചുണ്ട്. ഇവിടെ മൊത്തം ബീച്ച് തന്നെയാണ്. ഒരു 4-5 ബീച്ച് എന്തോ ഉണ്ട്. കുറേ ബീച്ചുകളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞാൻ അവിടെ 1 ഡേ വ്ളോഗാണ്. ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു 3 to 4 ഡേയ്സൊക്കെയാണ് നല്ലത്. 1 ഡേയിൽ പോണ്ടിച്ചേരി മാത്രമല്ല. നമുക്കിപ്പോൾ പോണ്ടിച്ചേരി മാത്രമേ ഞാൻ ഇപ്പോൾ കവർ ചെയ്യുന്നുള്ളൂ. പോണ്ടിച്ചേരിക്ക് പുറത്ത് ഓറോവില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. ഞാൻ ടൈം ഗ്യാപ്പ് കിട്ടുമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. അപ്പം അങ്ങോട്ട് പോയി ഞാൻ അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അവിടെ എന്തോ മന്ത്രി മറ്റേ ഗോൾഡൻ ചേംബറൊക്കെ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അവിടെ പിന്നെ ഒരു മ്യൂസിയം ഉണ്ട്, സ്വരം എന്ന് പറഞ്ഞ്. അതിൻ്റെ മ്യൂസിക്കൽ മ്യൂസിയമാണ്. അവിടെ മറ്റേ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനെ എന്തൊക്കെയാണ്. ഞാൻ അത് ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടതാണത്. അത് ഭയങ്കര സൂപ്പറാണ്. പക്ഷേ അത് 2:30 തുറക്കുള്ളൂ. 12:30 അടയ്ക്കും. ടൈം കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി അവിടെ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ. നല്ല ചെടി കൊടികൾ, നല്ല രസമുണ്ട്.
കോയമ്പത്തൂർ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ ഈ സ്ട്രീറ്റ് കുറേ നേരത്തെ കറങ്ങുന്നുണ്ട്. ഇതെന്നറിയാമോ? നമ്മൾ സ്റ്റേറ്റ് വണ്ടി വെച്ചിട്ടാണ് നമ്മൾ നടന്നു വന്നത്. ആ വണ്ടി വെച്ച സ്ഥലം മറന്നു. ഇവിടുത്തെ സ്റ്റാർബക്സ് കടയാണ്. കാണാനുള്ളൊരു കാര്യം, സ്റ്റാർബക്സിലൊരു കാപ്പിക്ക് 500 രൂപയാണ്. ഇവർ കാപ്പിയൊക്കെ എന്ത് വെച്ചുണ്ടാക്കുന്നതാണെന്ന് എനിക്ക് പിടുത്തമില്ലത്. 500 രൂപയ്ക്ക് സ്റ്റാർബക്സ്. ഈ ഇവിടെ കൂടുതലും ഈ ബ്രിട്ടൻ സ്റ്റൈൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. മറ്റേ കടകളൊക്കെ ഭയങ്കര കുറവാണ്. നേരെ കാണുന്നത് നമ്മൾ രാവിലെ പോയ ബീച്ചാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ? എന്തോ ഹോട്ടൽ എന്തോ കാണാൻ നല്ല ഭംഗിയില്ലേ? നമ്മളിങ്ങനെ നടന്നത് ഇങ്ങനെ കാണാൻ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അതാണ് പോണ്ടിച്ചേരിയിൽ മെയിനായിട്ട്. പിന്നെ പോകണമെങ്കിൽ നിങ്ങൾ ഓറാവില്ലിൽ പോകണം. ഓറാവില്ലാണ് പിന്നെ ബാക്കി എല്ലാം ഉള്ളത്. നമ്മൾ വന്ന വഴിയിൽ തിരിച്ചു പോവുകയാണ്. അത് പാർക്കിങ് അങ്ങ് അറ്റത്താണ്. നമുക്കിപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ഈ വഴിയിൽ ഇതുപോലെ ഒരു പെട്രോളിന് ശേഷം മൊത്തം റോഡ് ഇങ്ങനെ ആയിരുന്നു. 2 സൈഡും മരം, കുളം, ഓഫ് റോഡ്, ഇതൊക്കെ ചാടിയും മറിഞ്ഞൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പം അവിടെ തിരിച്ച് ഇങ്ങനെ തന്നെ അങ്ങ് പോകണം. ഒരു 20 മിനിറ്റ് നടക്കുകയാണ്. അങ്ങ് അറ്റത്തൊന്തൊരായിരുന്നു പാർക്കിങ്. അവിടെ നിന്ന് ഒരു വഴിയെ കൂടി കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി. ഇനി നടന്ന് പോകാൻ കുറച്ചും ടൈമുണ്ട്. നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്തൊക്കെ ഇരി. നമ്മൾ മന്ത്രിമന്ദിർ വന്നിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് ഞാൻ ഇവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയി അന്വേഷിച്ചപ്പോൾ വീട് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി എടുക്കാം, അല്ലാതെ ഇതിനും അല്ലാതെ വേറെ വ്ളോഗ് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. എന്തിനെന്ന് വെച്ചാൽ ഞാൻ ചെന്ന് കയറിയത്, ഞാൻ ബൈക്കിൽ വന്നപ്പോൾ എൻ്റെ മൈക്ക് എൻ്റെ നെഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പാർക്ക് ചെയ്തിട്ട് ഈ സാധനം ഊരി വയ്ക്കാൻ മറന്നുപോയി. ചെന്ന് കയറിയവന് നെഞ്ചത്ത് മൈക്കും കൊണ്ടാണ് ചെന്ന് കയറിയത്. അവിടെ ഇരുന്ന് ഇൻഫർമേഷൻ സെൻറ്ററിൽ ഒരു സഹായപ്പെടുന്നത് എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി ഞാൻ എന്തോ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അവൻ പറഞ്ഞ് ഇംഗ്ലീഷിൽ എന്തൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ആയിക്കോട്ടെ. ഗ്രാസിയാസ് സാഹചര്യം വെച്ച് നോക്കുമ്പോൾ താങ്ക്സ് എന്നായിരിക്കുമോ? അല്ലെങ്കിൽ ഗ്രാസിയാസ്, ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ല്. കൊടുത്ത കാശ് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ പുല്ലെന്ന് വിളിച്ചായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, ആരും കേട്ടില്ലല്ലോ. പക്ഷെ യൂട്യൂബ് കാണാൻ പറ്റുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു. പക്ഷേ സ്വന്തം എടുക്കാമെന്ന് പറഞ്ഞ് അണ്ട് ഇതിപ്പോൾ ഞാൻ മൈക്കിലാണ് ഈ വിഷ്വൽ എടുക്കുന്നത്. ഇതിലിപ്പോൾ എന്നെ നരച്ച് കണ്ണുണ്ടാന്ന് എനിക്ക് തന്നെ ആയിരുന്നൂടാ. ബാക്ക് ക്യാമറ എടുക്കുന്നത്. നമ്മളിപ്പോൾ മന്ദിറിലോട്ട് ഒരു വ്യൂ പോയിന്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചേമ്പർ പറ്റില്ല, അത് ബുക്ക് ചെയ്തില്ല പോകാൻ പറ്റും. നമുക്ക് ഔട്ട് ചേമ്പർ പുറത്തു നിന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനം കാണാം. ആ ഒരു ഗോൾഡൻ ലഡ്ഡു പോലത്തെ ഒരു സാധനമുണ്ട്, അത് നമുക്ക് കാണാം. ഞങ്ങൾക്ക് കണ്ട എൻ്റെ വ്യൂ പോയിൻ്റ് കാണിച്ചു തരാം. ഒരു ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. കണ്ട് ഈ സാധനമാണ് മന്ദിർ. ഈ സ്വർണ്ണക്കളത്തിൽ ലഡ്ഡു വലിയിരിക്കുന്ന സാധനം. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ പോയിട്ട് ആ വ്യൂ ഒന്ന് ഔട്ട്സൈഡ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഈ മന്ദിർ എന്ന് പറയുന്ന ഇത് ആക്ച്വലി ഒരു ടെമ്പിൾ പോലത്തെ സിസ്റ്റമാണ്. മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നർ ചേമ്പർ മെഡിറ്റേഷൻ ഹാളൊക്കെ ആയിട്ട് അങ്ങനെ സ്ട്രെസ് റിലീഫ്,
കാര്യങ്ങളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നല്ലതായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വരുവാൻ പറ്റുന്ന സ്ഥലമാണ് ഓറോവിലെ മന്ദിർ. ഇത് ശനിയാഴ്ച ഒഴിച്ച് ബാക്കി ദിവസങ്ങളിൽ 7 തൊട്ട് 12 മണി എന്തോ രാവിലെയാണ്, കറക്റ്റ് ടൈമല്ല, 7 തൊട്ട് രാവിലെ 7 തൊട്ട് നൈറ്റ് 12 മണിയാണെന്ന് ബുക്കിംഗ് ഓപ്പണാണ്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളെത്തി. ആ കാണുന്നതാണ് ഓറോവിൽ മന്ദിർ. നമ്മളൊരു കമ്പിക്ക് ഇപ്പുറത്താണ്. അതിനപ്പുറത്തോട്ട് പോകണമെങ്കിൽ ബുക്കിംഗ് ബുക്കിംഗ് ഇല്ലാത്തവർക്ക് ഇവിടെ നിന്ന് ഇതിങ്ങനെ കാണാം. നല്ല രസമുണ്ടല്ലേ കാണാൻ. നിങ്ങൾ ബൈക്കിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തെന്തോ പാർക്കിംഗ് കൗണ്ടർ. ഇവിടെ നിന്നല്ല, ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് പാർക്കിംഗ് ഉണ്ട്. അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വേണം നടന്നു വരാൻ. പിന്നെ അവിടെ പാർക്ക് ചെയ്തവർക്ക് അവർക്കൊരു പാർക്കിങ്ങിൻ്റെ കൂപ്പൺ തരും. ആ കൂപ്പൺ ഉള്ളവർക്ക് പാസ് എടുക്കണ്ട, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പാസ് എടുക്കണം. അത്രയാണ് കറങ്ങിക്കണം. ഞാൻ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ ഇത് വെച്ച് അതിൻ്റെ കൂപ്പൺ കാണിച്ചപ്പോൾ പാസ് വേണ്ടെന്ന് പറഞ്ഞ് കയറുന്നുണ്ട്. പക്ഷേ ഒരു ബൈക്ക് പാർക്ക് ചെയ്യാൻ 50 രൂപയാണ്. പിന്നെ അത് പാസിൻ്റെ കൂടി ചേർന്ന് പോകുന്നുണ്ട്, വിഷയമില്ല, സിമ്പിളാണ്. ഈ സൈഡിലിരിക്കുന്ന സാധനം ഡാമാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വെള്ളമൊന്നുമില്ല, ഒരു കുഴി പോലെ കിടപ്പുണ്ട്. ഇനി ഞാൻ പോകുമ്പം ഞാൻ ബാക്കി ഫുട്ടേജ്, ഞാൻ വന്ന ഫുട്ടേജിൻ്റെ ബാക്കി പാതി കാണിച്ചു തരാം. ഓഫ് റോഡൊന്നും അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇനി അടുത്ത സ്പോട്ട് തിരഞ്ഞുപിടിച്ചിട്ട് കാണിക്കാം. അവർക്ക് മെഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരുന്നതാണ് നല്ലത്. അല്ലാത്തവർ ജസ്റ്റ് ഇതുപോലെ വന്നാൽ മതി. ഇവിടെ വ്യൂ പോയിന്റിൽ നിന്ന് കാണാം, നൈസാണ്. ഇത് ആക്ച്വലി 1971 ഫെബ്രുവരിയിൽ എന്തോ കെട്ടാൻ തുടങ്ങിയ ബിൽഡിങ്ങാണ്, ഒരു ടെമ്പിളാണ്. 2008 ഇതിൻ്റെ പണി ഇറങ്ങും. ഈ മൊത്ത സ്ട്രക്ചറും 2008 പണിയെടുത്തത്. 1971 ഫെബ്രുവരിയിൽ എന്തോ തുടങ്ങിയതാണ്. 1971 തുടങ്ങി ഫെബ്രുവരി 1971 ഫെബ്രുവരിയിൽ തുടങ്ങിയതാണ് വിക്കിപീഡിയ കാണിക്കുന്നത്. 2008 മാർച്ചിലെന്തോ പണിയെടുത്തു. സോ ഇറ്റ്സ് ബേസിക് ഫോർ മെഡിറ്റേഷൻ ആൻഡ് റിലീഫ്. സ്ഥലവും നല്ല, ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇതല്ല, കുറച്ച് സൈലൻസ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വൈബ് പ്ലേസാണ്. സോ ഞാൻ ഇനി അടുത്ത സ്പോട്ട് നോക്കിയിട്ട് പറയാം. നമുക്ക് മന്ദിരം നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വെഹിക്കിൾ പാസ് ഉള്ളവർക്ക് തിരിച്ച് പാർക്കിങ്ങിലോട്ട് പോകാം. വണ്ടി അവർ അത്രയായിട്ട് കൊണ്ടുവരുന്നുണ്ട്, നമുക്ക് അതിലേറി പോവാം. നമ്മൾ പാർക്കിങ്ങിൻ്റെ അടുത്ത് ഇവർ നമ്മളെ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ കൊണ്ടെടുത്തും നമ്മളിനി ഇവിടെ നിന്ന് വഴി നടന്ന് ബൈക്ക് പാർക്കിങ്ങിനെ കൊണ്ട് പോകണം. അപ്പോൾ നമ്മൾ ബൈക്ക് എടുത്തിട്ട് എങ്ങോട്ടാണെന്ന് പ്ലാൻ ചെയ്തിട്ട് പറയാം. അപ്പോൾ വെയിറ്റ്.